ഹൈബിന്റെ ഗേൾ ഗ്രൂപ്പായ കാറ്റ്സായിന്റെ പുതിയ ആൽബം വൈൽഡിന്റെ ട്രാക്ക് ലിസ്റ്റ് കുറച്ചു ദിവസം മുമ്പ് റിലീസായിട്ടുണ്ടായിരുന്നു. ഈ ഡിസൈൻ നമ്മൾ എവിടെയോ എന്നല്ലേ, നമ്മുടെ BTSന്റെ ആര്യരാങ് ട്രാക്ക് ലിസ്റ്റ് ഡിസൈൻ അതേപടി കോപ്പി അടിച്ചിരിക്കുകയാണ്. സെയിം കളർ, സെയിം ടെക്സ്ചർ. ആ ഫോണ്ടെങ്കിലും ഒന്ന് മാറ്റി പിടിക്കായിരുന്നു. എന്തോന്നേടാ ഇതൊക്കെ? അതൊക്കെ പോട്ടെ, സെയിം പേരിലൊരു സോങ് തന്നെയുണ്ട്. ഇനി ഇത് കോപ്പിയല്ല ഇൻസ്പിറേഷൻ ആണ് എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു ഇത് കോപ്പി തന്നെയാണ് റീച്ചിന് വേണ്ടി. ഡിസൈൻ മാത്രമാണെങ്കിൽ പോട്ടെ, ഇത് കോസ്റ്റ്യൂം വരെ സെയിം. എന്താലേ ഒരേ കമ്പനിക്ക് കീഴിലുള്ള ഗ്രൂപ്പുകളായിട്ടും ഒരു ആർട്ടിസ്റ്റിന്റെ ഐക്കോണിക് കൺസെപ്റ്റ് അതേപടി എടുത്ത് മറ്റൊരു ഗ്രൂപ്പിനായി വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെ കമ്പനി തങ്ങളുടെ സക്സസ് ആയ ഫോർമുലാസ് ആർട്ടിസ്റ്റുകളിൽ അടിച്ചേൽപ്പിക്കുകയാണ് എന്ന ചോദ്യം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഇത്രയും കോമ്പറ്റീഷനുള്ള K-pop ഇൻഡസ്ട്രിയിൽ ക്രിയേറ്റീവ് ഒറിജിനാലിറ്റിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് വലിയൊരു ചർച്ചയ്ക്ക് ഇതൊരു കാരണമായിട്ടുണ്ട്. മാത്രമല്ല ആർമീസിന്റെ സൈഡിൽ നിന്നും ഇതിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം ഹൈബിനെതിരെ നടക്കുന്നുണ്ട്. ഉളുപ്പുണ്ടോ കോപ്പി അടിക്കാൻ എന്നൊക്കെ ചോദിക്കണമെന്നുണ്ട്. പക്ഷെ ഞാനൊന്നും പറയണില്ല. അവരായി അവരുടെ തറവാട്ട് കാര്യങ്ങളായി. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും കോപ്പി അടിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ മാസം 14-ാം തീയതി വരെ വെയിറ്റ് ചെയ്യണം. അന്നാണ് ഈ ഐക്കോണിക് ആൽബത്തിന്റെ റിലീസ്. വല്ല പരീക്ഷയാണെങ്കിൽ ഡീബാറെങ്കിലും ചെയ്യരുന്നു. മറ്റൊരു കാര്യം, എനിക്ക് ഈ പ്രസ്തുത ഗ്രൂപ്പിനോട് യാതൊരുവിധ വെറുപ്പില്ല. ഞാൻ അങ്ങനെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുമല്ല കേട്ടോ, നിങ്ങൾ അങ്ങനൊന്നും വിചാരിക്കേണ്ട. എല്ലാം കമ്പനീന്റെ സൈഡിൽ നിന്നുള്ള തീരുമാനങ്ങളായിരിക്കും. മേ ബി അവർക്ക് വേണ്ടത്ര ക്രിയേറ്റീവ് ഫ്രീഡം പോലും കിട്ടുന്നില്ലായിരിക്കും. വാട്ട് എവർ, ഹൈബ് ഇപ്പോഴും ഒന്നും ഒഴിഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ആദ്യമായിട്ടാണ് ഹൈബ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നോ, നെവർ. അങ്ങനെ എത്ര കുൽസിതങ്ങൾ ഹൈബ് കാണിച്ചിരിക്കുന്നു. ഇനി എനിക്കൊന്നും പറയാനില്ല. പിന്നെ വരാം, ബൈ. അവനെ കാണാനില്ല.